ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ 250 മില്ലിയുടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് കടല ഓവർനൈറ്റ് കുതിരാൻ ഇട്ടതാണ്. അത് നമുക്ക് അത്ര തന്നെ വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കാം. ഒരു 7 8 വിസിലോ അടിക്കട്ടെ, അന്നേരം നന്നായിട്ട് വേകുള്ളൂ. ഇത് സപ്ലൈകോയിലെ കടലയാണ്, ഇച്ചിരി വേകാൻ താമസമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതേ മെഷറിംഗ് കപ്പിൽ 250 മില്ലിയുടെ മെഷറിംഗ് കപ്പിൽ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അതിനകത്തേക്ക് 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് വെള്ളമാണ്. 250 മില്ലിയുടെ നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പോരാത്ത വെള്ളം 1/2 കപ്പ് വെള്ളവും കൂടെ വേണ്ടി വരും. അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ഇതേ പാകത്തിനൊന്ന് കുഴച്ചെടുക്കാം. ഇത് ചപ്പാത്തിയുടെ പാകമല്ല, അതിനേക്കാളും കുറച്ചും കൂടി ലൂസായൊരു പാകമാണ് കേട്ടോ. ഈ പാകത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കൂടുതൽ വെള്ളം തന്നെ വേണ്ടി വരും. ഏകദേശം ഒരു 1.5 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം, എന്നതിന് ശേഷം മാവ് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മാവ് വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്നു പോവും. നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോൾ കുതിർന്നു പോവാണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ 2 കൈ ഒന്ന് നനച്ചിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതേപോലെ കിള്ളി വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് മതി. എത്രയും തിളച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഉണ്ടകൾ ഇവിടെ വെന്ത് കിട്ടും. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഉണ്ടകളൊക്കെ നമുക്ക് ഇതേപോലെ ഒരു അരിപ്പയുടെ പാത്രം ഉപയോഗിച്ച് ഇങ്ങനെ കോരി മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കടലയുടെ വേവ് എന്തായെന്നൊന്ന് നോക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിവിടെ 8 വിസിൽ അടിച്ചായിരുന്നു കേട്ടോ കടലയ്ക്ക്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണോളം കടുക്, അത്ര തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇല്ലേ, ആ ജീരകം, ഒരു 15 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു 10 വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇനി പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇനി പൊടികൾ നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കണേ. നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കില്ലേ, ഏകദേശം ആ മോഡൽ തന്നെ, എന്നാലും ഇഞ്ചി ചേർക്കില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ ചെറിയ ഉണ്ടകൾ ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിയുടെ മാവ് പോലെ നല്ല തിക്കായിട്ട് കുഴച്ചെടുത്താലും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം. പക്ഷെ അത് ചെറുതായിട്ട് നമ്മൾ ഉരുട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അകംവശം വേഗൂല കേട്ടോ പെട്ടെന്ന്. ഇതാവുമ്പോൾ നല്ല സോഫ്റ്റ് മാവായതുകൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 3 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്താൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് മാവ് ഉണ്ടാക്കുകയായിരിക്കും നല്ലത്. നമ്മുടെ ഉണ്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് രണ്ടും കൂടെ മിക്സാക്കി ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഇതൊരു തവണയെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത്ര ടേസ്റ്റുള്ളൊരു സാധനമാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവൂല, അതേപോലെ നല്ല രുചിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, അത്താഴത്തിന് ഉപയോഗിക്കാറുണ്ട്. ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അത്ര രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റും കൂടി ഇട്ടേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.